ഇന്ന് അവസാനത്തെ ദിവസാണ്. ഹൗസ് ഓണർ നമ്മുടെ കയ്യിൽ നിന്നും ഇന്ന് വാടക വാങ്ങാൻ വരും. 3 മാസമായിട്ട് നമ്മൾ വാടക ഒന്നും കൊടുത്തിട്ടില്ല. പത്തലു, നീ ആരെയാ ഇത്രയും പേടിക്കുന്നത്? ഞാനുള്ളപ്പോ നീ എന്തിനാ വിഷമിക്കുന്നത്? മോട്ടു വേഗം എന്തെങ്കിലും ചെയ്യ. അയാൾ വന്നു നോക്ക്, അയാൾ എത്തിക്കഴിഞ്ഞു. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ ആലോചിക്ക്. ഐഡിയ, സ്ത്രീയുടെ വേഷം കെട്ടി രക്ഷപ്പെടാം. എക്സ്ക്യൂസ് മീ ചേട്ടാ, പോകാൻ കുറച്ച് സ്ഥലം തരുമോ? ഞങ്ങള് മോട്ടോന്റെ അയൽവാസികളാ, പഞ്ചസാര വാങ്ങാൻ വന്നതാ. ഈ പഞ്ചസാരയുടെ പേരും പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്നെ പറ്റിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ രണ്ടുപേരുമായിട്ട് അതിന് ശ്രമിക്കാൻ നോക്കണ്ട. ഇതൊരിക്കലും ശരിയാവില്ല. വേറെന്തെങ്കിലും പുതിയതായിട്ട് ആലോചിക്കും പത്തലു. ഐഡിയ, മിസ്റ്റർ അമീർ ചന്ദ്, ഫക്കീർ ചന്ദ്. എന്തിനാ ഇങ്ങനെ വാതിൽ തല്ലി പൊളിക്കുന്ന നിങ്ങള്? നിങ്ങൾക്കെന്താ മാനേഴ്സ് എന്ന് പറഞ്ഞ സാധനം തൊട്ട് തീണ്ടിയിട്ടില്ലേ? സോറി, നിങ്ങൾ രണ്ടുപേരും ആരാ? എനിക്ക് മനസ്സിലായില്ലല്ലോ. ഇത് അമീർ ചന്ദ്, ഞാൻ ഫക്കീർ ചന്ദാണ്. മോട്ടു പത്ലുവിനെ കാണാൻ വേണ്ടി വന്നതാ. രണ്ടുപേരും എവിടെയാണെന്ന് യാതൊരു പിടിയില്ല. നിങ്ങൾ അമീർ ചന്ദോ ഫക്കീർ ചന്ദോ അല്ല, എന്നെ കളിപ്പിക്കാൻ നോക്കുകയാണോ? 3 മാസമായി വാടക നിന്നിട്ട് നിങ്ങൾ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നേ? ഞാനെന്താ പൊട്ടാനാണോ? ഇതാ ഇത് പിടിക്കേ, അല്ലെങ്കിൽ അത് കേട് വന്നു പോകും. നിക്കണ അവിടെ രണ്ടുപേരും. എവിടേക്കാ ഓടുന്നേ? നിക്കാൻ രണ്ടുപേരും. എവിടേക്കാ ഈ ഓടുന്നേ? ഇന്ന് രണ്ടിനെ എന്റെ കയ്യിൽ കിട്ടാനുണ്ടല്ലോ. മോട്ടു, പത്ലു, നമുക്ക് ഈ മരത്തിന്റെ പുറകിൽ കുറച്ച് നേരം ഒളിച്ചിരിക്കാം. വേഗം വാ. എനിക്കിത് ഓടാൻ വയ്യ. അയാള് പുറകെ ഉള്ളിടത്തോളം കാലം ഓടിയേ മതിയാകൂ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരിക്കലും ഓടാൻ പറ്റില്ല. ഓടിക്കാൻ പറ്റലോ? എന്റെ മോട്ടോ, നിന്റെ വെയിറ്റ് കാരണം എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. സാർ, ഇന്ത്യയുടെ ടെക്നോളജി നമ്മളെക്കാൾ വളരെ മുന്നിലാണ്. നമ്മൾ കോടിക്കണക്കിന് രൂപ മുടക്കി സ്പേസ് ഷിപ്പ് ഉണ്ടാക്കുന്നു. പക്ഷെ അവര് ഓക്സിജൻ ഇല്ലാതെ, സ്പേസ് ഷിപ്പ് ഇല്ലാതെ ഒരു ബിരിയാണി ചെമ്പിലിരുന്ന് സ്പേസിൽ വന്നേക്കുവാ. ഹലോ, ഹായ്. എന്തൊക്കെയുണ്ട്? മമ്മി, പൊളിച്ചടുത്തല്ലോ. ആരായിരുന്നത്? മമ്മി, ആരോ എന്നെ തല്ലി. പൊളിച്ചടുത്തല്ലോ. അറ്റാക്ക്! ഏലിയൻസിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്റെ കൂട്ടുകാരാ, ഞങ്ങളുടെ വീടിന്റെ മുതലാളിയുടെ അടുത്ത് രക്ഷിക്കൂ. അയാള് ഞങ്ങളെ ഉപദ്രവിച്ച് ഈ പരുവത്തിലാക്കി. നിങ്ങൾ രണ്ടാളും വെറുതെ വിഷമിക്കണ്ടെന്നേ. വീട്ടു മുതലാളിയുടെ അടുത്ത് രക്ഷപ്പെടുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം കേട്ടോ.
സത്യാണോ? പൊളിക്കണ്ടല്ലോ. അകത്തേക്ക് കയറി വാതിലടച്ചോളൂ. ഗസീറ്റാറാം വീട്ടിലുണ്ടോ? അതെ, ഇല്ല. ഇതെന്താ ഈ ഉണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഏതെങ്കിലും ഒന്ന് പറഞ്ഞേ. തുമ്മരുത് കാഞ്ചേട്ടാ, തുമ്മരുത്. തുമ്മി അത് വലിയ പ്രശ്നമാവും. ആച്ചി. കാഞ്ചേട്ടാ പറഞ്ഞതല്ലേ തുമ്മരുതെന്ന്? ഞാൻ പറഞ്ഞില്ലേ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന്. എന്തു പ്രശ്നം? എന്തുണ്ടാവുമായിരുന്നു? തുമ്മുന്നത് അപശകനല്ലേ? ഒരു വഴിക്ക് പോകുമ്പോ തുമ്മിയാ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നേ. ഓ, അപ്പൊ ഞാൻ ചോദിച്ചത്, നിങ്ങൾ ഗസിറ്റാറാമിന്റെ വീട്ടിൽ നിന്നല്ലേ വന്നത്? അയാൾ അകത്തുണ്ടോ? ചേട്ടാ നിങ്ങൾ ഒരിക്കലും പറഞ്ഞാ കേക്കില്ലേ? ഒന്നാലോചിക്ക്, ഇവിടെ ബിരിയാണി ചെമ്പ് പോലും ഇല്ല. ഞാൻ പോയി ബിരിയാണി ചെമ്പ് എടുത്തോണ്ട് വരാം. ബിരിയാണി ചെമ്പോ? അതെന്തിനാ? ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിട്ടാ. ഞങ്ങൾ ബിരിയാണി ചെമ്പ് എടുക്കാൻ മറന്നുപോയി. പക്ഷേ സാറേ, നിങ്ങൾ എന്തിനാ ഗസീറ്റാറാമിനെ അന്വേഷിക്കുന്നത്? അതെന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ അവന്റെ സുഹൃത്തുക്കളായ മോട്ടുവിനെയും പത്തുലിനെയും അന്വേഷിക്കുക. അവർ ഇവിടെ അല്ലെങ്കിൽ എവിടെ പോകാനാ? ആ മരത്തിലൊന്നും ഉണ്ടാവില്ലല്ലോ. ചേട്ടാ ഇത്തവണ എങ്ങാനും തുമ്മിയ ഇടി മേടിക്കും. അറിയില്ല, എനിക്കെന്തോ ഇടയ്ക്ക് താടി വളർന്ന പോലെ തോന്നിയിരുന്നു. ഞാനതിൽ തലോടുന്നതായും എനിക്ക് തോന്നിയിരുന്നു. ചേട്ടാ കൺട്രോൾ കൺട്രോൾ. നിങ്ങൾക്ക് പേടിയൊന്നുമില്ലേ? എനിക്കാണെങ്കിൽ ഇവിടെ പേടിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ആച്ചി. നിങ്ങൾ ഇതാണോ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ചേച്ചി? പക്ഷെ ഞാൻ നിങ്ങളെ രണ്ടുപേരെയാണ് അന്വേഷിക്കുന്നത്. വരൂ, നമുക്ക് ഈ അമ്പലത്തിൽ കയറി വിളിക്കാം. ചെരുപ്പൂര മറക്കല്ലേ. ഐഡിയ. വാ, നമുക്ക് പോയി വേഷം മാറാം. അപ്പൊ നമ്മളെ ആരും കണ്ടുപിടിക്കില്ല. എപ്പോഴും ദൈവത്തിനോട് നന്ദി പറയൂ. കാരണം മറ്റൊന്നുമല്ല, ദൈവത്തോട് നിങ്ങൾ എന്ത് ചോദിച്ചാലും നിങ്ങൾക്കത് ലഭിച്ചിരിക്കും. എന്റെ ദൈവമേ, 3 മാസത്തെ വാടക എനിക്ക് എത്രയും പെട്ടെന്ന് കിട്ടണേ. നിന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ വത്സ. മോട്ടു പത്ലു വാടകയൊക്കെ തീർച്ചയായിട്ടും തരും. എനിക്ക് വാടക തരാനുള്ളത് മോട്ടും പത്തിലും ആണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഞാൻ സർവ്വവ്യാപി അല്ലേ മകനെ? അവര് രണ്ടുപേരും വളരെ നല്ല മനുഷ്യരാണ്. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരാണ്. അവരെല്ലാവർക്കും വസ്ത്രങ്ങളും കൊടുക്കാറുണ്ട്. ആരെങ്കിലും അവർക്ക് 1 രൂപയുടെ സഹായം ചെയ്താൽ ഞാൻ അവർക്ക് 100 രൂപയുടെ പ്രതിഫലം നൽകുന്നതായിരിക്കും. സത്യമായിട്ടും? ഞാൻ അവർക്ക് 10,000 രൂപ കൊടുക്കുകയാണെങ്കിൽ അങ്ങ് എനിക്ക് 10,000-ന്റെ 100 ഇരട്ടി, അതായത് 10 ലക്ഷം രൂപ തരുമെന്നോ? അതേ വത്സ, 10 ലക്ഷം. ഞാൻ അവർക്ക് 10,000 രൂപ കൊടുക്കാൻ തയ്യാറാ. പക്ഷേ ആർക്ക് കൊടുക്കും? അവരെ എവിടെ കാണാനില്ലല്ലോ. എവിടെ പോയെന്ന് അറിയില്ല. അതാ പൂജാരിയുടെ കയ്യിൽ കൊടുത്തേക്ക് വത്സ. അദ്ദേഹം അത് അവർക്ക് കൊടുത്തോളും. അവരെന്നും ഇവിടെ വരാറുണ്ട്. പൂജാരി, ഈ 10,000 രൂപയുടെ ചെറിയ കെട്ട് ആ മഹാന്മാരായ മോട്ടൂരും പത്ലൂനും ഒന്ന് എത്തിച്ചു കൊടുക്കാമോ? ഇത്രേ ഉള്ളൂ നിന്റെ ആഗ്രഹം കുഞ്ഞേ? ഡിങ്കച്ചിക്ക, ഇത് നമ്മൾ ആഘോഷിക്കണ്ടേ? ഇതിന് മുഴുവൻ സമൂസ കഴിക്കണം. വേണ്ട വേണ്ട, ആദ്യം നമുക്ക് ഈ പൈസ കൊണ്ട് വാടക കൊടുത്തിട്ട് ബാക്കി പൈസ കൊണ്ട് അടിച്ചു പൊളിക്കാം. ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഒരു 10,000 രൂപ കൂടി തരാൻ വേണ്ടി വന്നതാ. 10,000 ചെകിടത്തടി തരാൻ വന്നതാ ഞാൻ. ഞാൻ നിങ്ങളെ രണ്ടുപേരെയും വിടാൻ പോകുന്നില്ല. എവിടെ ഓടി പോവുക? സർ, ദിസ് ഈസ് ടു മച്ച്. നേരത്തെ ബിരിയാണി ചെമ്പ്, ഇപ്പൊ ഒരു പാത്രം. ഈ ഇന്ത്യക്കാരൊക്കെ നമ്മുടെ ടെക്നോളജിയേക്കാൾ വളരെ മുന്നിലാണ്. ഐ റിസൈൻ സാർ, ഐ റിസൈൻ. ഇത്ര അധ്വാനിച്ചിട്ട് ഇനി എന്താ കാര്യം?